വേദപുസ്തകത്തിൽ ഒരു ജാവേസുണ്ട്. അമ്മ വിളിച്ച് സൺ ഓഫ് സോറോ, വ്യസനപുത്രൻ. എന്നാൽ അവന് ആ അവസ്ഥകളിൽ നിരാശപ്പെട്ട് തകർന്നു കിടക്കുകയല്ല. താനൊരു തീരുമാനം എടുക്കുകയാണ്. താൻ എടുക്കുന്ന തീരുമാനം ഇതാണ്: താൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരികയാണ്. ഞാൻ ഒന്നാമത് പറഞ്ഞേക്കുന്ന ഇതാണ്. ഒന്നാമത് അവനെ വിളിച്ച് പലർക്ക് പല പേരിലാണ് അറിയപ്പെടുന്നത്, പല പേരുകളിൽ, പല കുടുംബ പേരുകൾ, അല്ലെ മറ്റു തരത്തിലുള്ള അവസ്ഥകളിൽ മനുഷ്യൻ ലോകം മുദ്രയിട്ടിട്ടുണ്ട് അവരെ. പക്ഷെ അവൻ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ വ്യസനപുത്രൻ എന്നവന് പേരുണ്ട്. അവൻ ആദ്യം വന്ന് ഒരു തീരുമാനമെടുക്കുകയാണ്: ഞാൻ ദൈവസന്നിധിയിലേക്ക് പോകും. എന്നെ കേൾക്കുന്നവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ശക്തമായൊരു തീരുമാനം എടുത്താട്ട്, ഞാൻ ഈ ഒരു വിഷയത്തിന് പരിഹാരത്തിനായി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എനിക്ക് ചെയ്യാൻ കഴിയാത്തത് ചെയ്യുന്ന ആ സർവശക്തനായ ദൈവത്തിലേക്ക് ഞാൻ വരികയാണ്. അവൻ അമ്മയുടെ അടുക്കലേക്കല്ല, സൗരങ്ങളുടെ അടുക്കലേക്കല്ല അവൻ ചെന്നേ. അവൻ നേരെ ദൈവത്തിൻ്റെ അടുക്കൽ. എന്നിട്ട് അവൻ ദൈവത്തോട് പറയുന്നത്: നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം, എൻ്റെ അതിരുകളെ വിശാലമാക്കണം. ദൈവത്തോട് കാര്യങ്ങൾ പറയുകയാണ്. എനിക്ക് അനർത്ഥം വ്യസനഹേതുവാകുവാൻ ഇടയാകരുത്. ദൈവം അവൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ എപ്പോൾ നാം വന്നാലും വ്യക്തമായിട്ട് ദൈവത്തോട് പറയും: കർത്താവ്, എൻ്റെ ആവശ്യം ഇന്നതാണ്. ആ ആവശ്യങ്ങളെ ദൈവം ഗ്രാൻഡ് ചെയ്ത് കൊടുക്കണം. വചനം അതാ പറയുന്നത്, അവൻ്റെ അതിരുകളെ ദൈവം വിശാലമാക്കി കൊടുത്തു. നമ്മൾ പലപ്പോഴും വരുമ്പോൾ ഊഹാപോഹങ്ങൾ ഇന്ന് പറയുന്നതല്ല, നമ്മൾ നാളെ പറയുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ധൈര്യമായിട്ട് വന്നുകൊണ്ട്, കർത്താവേ, നമുക്ക് ചെല്ലാനൊരു പാദപീഠമുണ്ട് ദൈവമക്കളെ, നമുക്ക് പോകാനൊരു കൃപാസനമുണ്ട്, നമുക്കൊരു യാഗപീഠമുണ്ട്. ധൈര്യത്തോട് നമുക്കവിടെ ചെല്ലാം. എബ്രായലേഖനം പറഞ്ഞേക്കും, ധൈര്യത്തോട് കം ടു ദ ത്രോൺ ഓഫ് ഗ്രേസ് വിത്ത് ബോൾഡ്നെസ്. ധൈര്യത്തോട് നമുക്ക് ചെല്ലാം. ദാറ്റ് വി മേ ഒബ്റ്റെയിൻ മേഴ്സി ആൻഡ് ടു ഹെൽപ്പ് ടൈം ഓഫ് നീഡ്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു പാറ നമുക്കുണ്ട്. അവിടെ ചെന്നിട്ട്, കർത്താവേ, എൻ്റെ ആവശ്യം നമുക്ക് ലഭിക്കും. ലഭിച്ച പോലെ, ചിലപ്പോൾ നമ്മുടെ കണ്ണിന് നഗ്നനേത്രത്തിന് കാണാൻ കഴിയാത്തൊരു മണ്ഡലമാണെങ്കിൽ പോലും ലഭിച്ച പോലെ നമുക്ക് നിൽക്കാൻ കഴിയും. അതുകൊണ്ട് ഈ വേദപുസ്തകത്തിലെയും ഈ മനുഷ്യന് താനെ സൗകര്യങ്ങളെക്കാൾ നല്ലവനായിരുന്നു, പ്രാപ്തനായിരുന്നു. പക്ഷെ തൻ്റെ ജീവിതത്തിന് അത് തനിക്കൊരു ദുഃഖമുണ്ടായിരുന്നു, ഭാരമുണ്ടായിരുന്നു. പക്ഷെ ദൈവം തൻ്റെ അതിരുകളെ വിശാലമാക്കുന്നൊരു ദൈവമുണ്ട്. അവസ്ഥകളെ മാറ്റുന്നൊരു ദൈവമുണ്ട്. ഏത് സാഹചര്യങ്ങളിലും മനുഷ്യൻ്റെ സഹായം വ്യർത്ഥമാണ്. എന്നാൽ ദൈവത്തിലേക്ക് നാം ആശ്രയിക്കുമ്പോൾ, അവൻ്റെ മുഖത്ത് നാം അന്വേഷിക്കുമ്പോൾ, നമ്മുടെ ആവശ്യങ്ങൾ നടത്തി തരുന്നൊരു ദൈവമുണ്ട്. പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട്. അപ്പം ഞാൻ നിർത്തുകയാണ് ചെറിയ സന്ദേശം. ദൈവസന്നിധിയിലേക്ക് ഓടിച്ചെല്ലുക, അവൻ്റെ സന്നിധി പാദപീഠത്തിലേക്ക് ഓടിച്ചെല്ലുക. നമ്മുടെ ആവശ്യങ്ങൾ അവരോട് പറയാം. വൃത്തിമായിട്ട് ചോദിക്കുന്നു, ഞാൻ എന്താണ് നിനക്ക് ചെയ്തു തരേണ്ടത്? നമ്മൾ പറയുകയാണ്. ദൈവത്തിന് അറിയാതെ നമ്മുടെ കണ്ണിന് സൗഖ്യം മനുഷ്യൻ വാ തുറന്ന് പറയണമായിരുന്നു. വായി തുറന്നീ പറയും. യു ഹാവ് ടു ഓപ്പൺ യുവർ മൗത്ത് ആൻഡ് സേ അൺടു ഗോഡ്, ദൈവം, ഇതാണ് എൻ്റെ ആവശ്യം. പരിഹരിക്കുന്നൊരു ദൈവമുണ്ട്. വചനം ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്: അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു, അതിരുകളെ ദൈവം വിശാലമാക്കി. ആയിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് മുഴുവനായി മാറ്റാൻ ദൈവത്തിന് ശക്തിയുണ്ട്, കഴിയും. ഈ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഗോഡ് ബ്ലെസ് യു.